സ്തുതിയുണ്ടായിരിക്കട്ടെ. ഈശോമിശിഹായിൽ സ്നേഹം നിറഞ്ഞ ഗുഡ്നെസ് ടിവിയുടെയും ഗുഡ്നെസ് യൂട്യൂബ് ചാനലിൻ്റെയും മാന്യ പ്രേക്ഷകരെ, കുരിശിൻ്റെ തണലിൽ ഷാഡോ ഓഫ് ദ ക്രോസ് എന്ന വചനപ്രഘോഷണ പരമ്പരയിലേക്ക് നിങ്ങളെല്ലാവരെയും ഏറ്റവും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. ഏകദേശം 20 വർഷങ്ങൾക്ക് മുൻപ് ഒരു ബിസിനസ്സുകാരൻ തൻ്റെ കുടുംബവുമായി ഡിവൈൻ ധ്യാന കേന്ദ്രത്തിൽ ധ്യാനിക്കുവാൻ, പ്രാർത്ഥിക്കുവാനായിട്ട് എത്തുകയാണ് ചെയ്യുന്നത്. അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ദൈവം ഉയർച്ചകളൊക്കെ കൊടുത്തിരുന്നു. പക്ഷേ കുറച്ച് കാലഘട്ടങ്ങളായി അദ്ദേഹം വലിയ ദുഃഖത്തിലൂടെ, ബിസിനസ്സിലുള്ള പരാജയത്തിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ്. എന്താണ് ചെയ്യേണ്ടതെന്ന് അദ്ദേഹത്തിന് അറിഞ്ഞുകൂടാ. ചെയ്യുന്ന ജോലി മുൻപോട്ട് കൊണ്ടുപോകണമോ, ഇനി വേറൊന്നിനെക്കുറിച്ച് ചിന്തിക്കണോ? അപ്പം അങ്ങനെയുള്ള മാനസിക സംഘർഷങ്ങളിലൂടെ ഈ വ്യക്തി കടന്നു പോവുകയാണ്. ധ്യാനഗുരുക്കന്മാരായ ബഹുമാനപ്പെട്ട മാത്യു നായ്ക്കൻ പറമ്പിലച്ചനും ബഹുമാനപ്പെട്ട ജോർജ് പനക്കിലച്ചനും ഒക്കെ ടോക്കുകളും അതോടൊപ്പം ആരാധനകളൊക്കെ നടത്തുന്നു. നൂറുകണക്കിന് ജനങ്ങൾ ഈ വചനത്തിലൊക്കെ പങ്കുകൊള്ളുന്നു. അവരുടെ അടുക്കലൊക്കെ പോയി പ്രാർത്ഥനയും ഉപദേശവും ഒക്കെ സ്വീകരിക്കുന്നത് ഇദ്ദേഹം ശ്രദ്ധിച്ചു. ജനസാന്ദ്രത മൂലം അവരുടെ അടുക്കലേക്ക് എത്തുവാനായിട്ട് ആദ്യ ദിവസങ്ങളിലൊന്നും ഇദ്ദേഹത്തിന് സാധിച്ചില്ല. എന്നാൽ കുമ്പസാരമൊക്കെ കഴിഞ്ഞ ഒരു ദിവസം ബഹുമാനപ്പെട്ട ജോർജ് പനക്കിലച്ചൻ്റെ ക്ലാസ്സിന് ശേഷം വഴിയിൽ വെച്ച് അച്ഛനെ കാണുവാനായിട്ട് ഈ വ്യക്തിക്ക് സാധിച്ചു. പെട്ടെന്ന് തന്നെ അച്ഛൻ്റെ അടുക്കലേക്ക് ഇദ്ദേഹം തൻ്റെ സങ്കടം ഉണർത്തിക്കുകയാണ് ചെയ്യുന്നത്. അച്ചോ, 1 മിനിറ്റ് എനിക്ക് വേണ്ടി തരണം. ഞാനിപ്പോൾ ചെയ്യുന്ന ബിസിനസ് മുൻപോട്ട് കൊണ്ടുപോകണോ വേണ്ടയോ എനിക്കറിയില്ല. വലിയ മാനസിക സംഘർഷമാണ്. എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, ഉപദേശം തരണം എന്ന് ഇദ്ദേഹം പറഞ്ഞു. അല്പനേരത്തെ നിശബ്ദതയ്ക്ക് ശേഷം ബഹുമാനപ്പെട്ട ജോർജ് പനക്കിലച്ചൻ അദ്ദേഹത്തോട് പറഞ്ഞു, ഇപ്പോൾ നീ ചെയ്യുന്ന ബിസിനസ് തുടർന്നു കൊണ്ടുപോവുക, ദൈവം നിന്നെ ശക്തിപ്പെടുത്തുന്നു എന്ന്. പ്രിയപ്പെട്ടവരെ, അദ്ദേഹത്തിന് വലിയൊരു സന്തോഷമായി. ബാക്കി 2 ദിനങ്ങൾ ഏറ്റവും സ്നേഹത്തോടെ ധ്യാനത്തിൽ പങ്കെടുത്തു. കുടുംബസമേതം അദ്ദേഹം വീട്ടിലേക്ക് പോയി. തൻ്റെ ജോലി വീണ്ടും പുനരാരംഭിക്കുവാനായിട്ട് അദ്ദേഹം തയ്യാറായി. ആഴ്ചകളും മാസങ്ങളും മുൻപോട്ട് പോയി. പതുക്കെ പതുക്കെ ആ പരാജയത്തിൻ്റെ നിഴലിൽ ഭീതിയിലായിരുന്ന ആ ബിസിനസ്സൊക്കെ വിജയത്തിലേക്ക് എത്തുവാനായിട്ട് സാധിച്ചു. പ്രിയപ്പെട്ടവരെ, ഇന്ന് ആ ബിസിനസ്സുകാരൻ ഇന്ത്യ മുഴുവൻ അറിയപ്പെടുന്ന ഒരു വസ്ത്രവ്യാപാരിയാണ്, ഒരു ബിസിനസ്സുകാരനാണ്. എല്ലാ വർഷവും ഡിവൈൻ ധ്യാന കേന്ദ്രത്തിൽ വന്ന് പ്രാർത്ഥിക്കാറുണ്ട്, ധ്യാനിക്കാറുണ്ട് കുടുംബസമേതം. സ്നേഹമുള്ളവരെ, നമ്മുടെയൊക്കെ ജീവിതങ്ങളിൽ വലിയ ദുഃഖത്തിലൂടെ, വേദനയിലൂടെ, പരാജയഭീതിയിലൂടെ കടന്നു പോകുന്ന വ്യക്തികളൊക്കെ കണ്ടുമുട്ടുവാനായിട്ടൊക്കെ സാധ്യതയുണ്ട്. ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ പ്രത്യേകിച്ച് ദൈവത്തോട് ചേർന്ന് നിൽക്കുന്ന വ്യക്തികളാണെങ്കിൽ അത് വൈദികരാകാം, സമർപ്പിതരാകാം, അല്ലെങ്കിൽ ആത്മായരാകാം. ദൈവത്തോട് ചേർന്ന് നിൽക്കുന്ന വ്യക്തികൾ ആ വേദനയുള്ളവരെ കേൾക്കുവാൻ തയ്യാറാകുമ്പോൾ അവർ കൊടുക്കുന്ന മറുപടികളൊക്കെ അത് ദൈവം പ്രവർത്തിക്കും എന്നുള്ളതാണ് നമുക്കിതിൽ കാണുവാനായിട്ട് സാധിക്കുക. കൊടുക്കുന്ന മറുപടികളിൽ ദൈവം പ്രവർത്തിക്കുന്നു. കാരണം എന്താ? ദൈവത്തോട് ചേർന്ന് ജീവിക്കുന്നവരാണ് ആ വ്യക്തികളൊക്കെ. ചുരുക്കത്തിൽ ദൈവത്തോട് ചേർന്ന് ജീവിക്കുന്ന വ്യക്തികളുടെയൊക്കെ ഒരു വാക്കും വ്യർത്ഥമാവുകയില്ല. പ്രിയപ്പെട്ടവരെ, സങ്കടങ്ങൾ കൊണ്ട്, വേദനകൾ കൊണ്ട്, ദുഃഖങ്ങൾ കൊണ്ട്, ഒരുപക്ഷെ ആത്മഹത്യയുടെ നിഴലിലൂടെ കടന്നു പോകുന്ന വ്യക്തികളൊക്കെ നമ്മുടെ ചുറ്റും ധാരാളമുണ്ട്. അവരെയൊക്കെ ഒന്ന് നമ്മുടെ വാക്കുകൾ കൊണ്ട് ആശ്വസിപ്പിക്കുവാൻ, സാന്നിധ്യം കൊണ്ട് ആശ്വസിപ്പിക്കുവാൻ സാധിക്കുകയാണെങ്കിൽ അത്
വലിയൊരു കാര്യമാണ് പ്രിയപ്പെട്ടവരെ. ഒരു വാക്കിന് വളർത്താനും തളർത്തുവാനുമുള്ള ശക്തിയുണ്ട്. മനുഷ്യൻ്റെ ഓരോ വാക്കിനും ഓരോ വ്യക്തിയും കുടുംബത്തെ വളർത്തുവാൻ, സന്തോഷത്തിലേക്ക് ആനയിക്കുവാൻ, അതോടൊപ്പം തളർത്തുവാനുള്ള ശക്തിയുണ്ട് എന്നുള്ളത് മനസ്സിലാക്കണം. അങ്ങനെയെങ്കിൽ നമ്മുടെയൊക്കെ വാക്കുകൾ വളർത്തുവാനുള്ളതായി മാത്രം മാറട്ടെ എന്ന് ഈ നിമിഷം പ്രാർത്ഥിക്കാം. ചില വ്യക്തികളൊക്കെ പറയാറുണ്ട്, അച്ചോ ദേഷ്യം വന്നപ്പം ചിലതൊക്കെ അങ്ങ് വിളിച്ചു പറഞ്ഞു, പിന്നെ എൻ്റെ വായിൽ നിന്ന് എന്തൊക്കെയാണ് പുറപ്പെട്ടതെന്ന് എനിക്ക് പോലും അറിയത്തില്ല. പക്ഷേ കേട്ട വ്യക്തികൾ അതിങ്ങനെ മനസ്സിലിങ്ങനെ സൂക്ഷിച്ചു വെച്ചിരിക്കുക ചെയ്യുന്നത്. ഞാനതിനെക്കുറിച്ച് ബോധ്യമുള്ളവനായിരുന്നില്ല. ആരൊക്കെയോ പറഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചു, പിന്നീട് മറന്നുപോയി. പക്ഷേ വർഷങ്ങൾ കഴിഞ്ഞിട്ടും ചില വ്യക്തികളൊക്കെ ഞാൻ മുറിവേൽപ്പിച്ചല്ലോ, എൻ്റെ വാക്കുകൾ കൊണ്ട് മുറിപ്പെടുത്തിയല്ലോ എന്ന് ഓർത്തുകൊണ്ട് വേദനിച്ച് ജീവിക്കുന്ന വ്യക്തികളുണ്ട് എന്ന്. സ്നേഹമുള്ളവരെ, സംയമനത്തോടുകൂടെ ജീവിതത്തെ നേരിടുവാനായിട്ടൊന്ന് ശ്രമിക്കാം. നമുക്കറിയാലോ, ഒരു പളുങ്ക് കണ്ണാടി തറയിലേക്ക് വീണ് കഴിഞ്ഞാൽ അത് പൊട്ടിച്ചിതറും. പൊട്ടിച്ചിതറിക്കഴിഞ്ഞാൽ ആ കണ്ണാടിയുടെ പൊട്ടിയ കഷ്ണങ്ങൾ നാമൊക്കെ പറക്കിയെടുത്ത് ഒട്ടിച്ച് അത് വീണ്ടും ഒരു കണ്ണാടിയാക്കുവാനായിട്ട് ശ്രമിച്ചാൽ അത് സാധ്യമാവില്ല. കാരണം എന്താ? ആ വീഴ്ചയുടെ ആഘാതമനുസരിച്ച് ആ കണ്ണാടി പൊട്ടിച്ചിതറി തരിപ്പടമായി. പിന്നെ അതിൻ്റെ മൈന്യൂട്ടായിട്ടുള്ള ഓരോ കണികളും എടുത്തു കൂട്ടിയാലും പഴയ കണ്ണാടിയായിട്ട് മാറില്ല. ചുരുക്കത്തിൽ ഒരു മനുഷ്യജന്മം മുഴുവൻ അതിനു വേണ്ടിയിട്ട് ശ്രമിച്ചാലും പഴയ രീതിയിലുള്ള ഒരു കണ്ണാടി നിർമ്മിക്കുവാൻ ആർക്കും സാധ്യമല്ല. പൊട്ടിപ്പോയ കണ്ണാടി അത് പൊട്ടിപ്പോയി. പ്രിയപ്പെട്ടവരെ, ഇതുപോലെ തന്നെയാണ് നമ്മുടെയൊക്കെ വാക്കുകളും. നമ്മുടെയൊക്കെ വാക്കുകൾ കൊണ്ട് മുറിവേറ്റിട്ടുണ്ടെങ്കിൽ ഓരോ വ്യക്തികൾക്കും അത് മറക്കുവാനായിട്ട് വലിയ വിഷമമാണ്. ദൈവത്തിൻ്റെ അനന്തമായ പരിപാലനയും ഇടപെടലുകളും ഉണ്ടെങ്കിൽ മാത്രമേ ആ മുറിപ്പാടുകൾ മാറുവാനായിട്ട് സാധിക്കുകയുള്ളൂ. സങ്കീർത്തകൻ പറയുന്ന ഒരു കാര്യമുണ്ട്, എൻ്റെ അധരങ്ങൾക്ക് വിവേകത്തിൻ്റെ മുദ്രയും നാവിന് കാവൽക്കാരനുമുണ്ടായിരുന്നുവെങ്കിൽ വാക്കുകൾ കൊണ്ട് ഞാൻ വീഴ്ത്തപ്പെടുകയില്ലായിരുന്നു എന്ന്. പ്രിയപ്പെട്ടവരെ, ആയതിനാൽ ദൈവത്തോട് പ്രാർത്ഥിക്കാം, ദൈവമേ, ഞങ്ങളൊക്കെ ഓരോ നിമിഷവും ഉപയോഗിക്കുന്ന വാക്കുകൾ അത് വളരെ ശ്രദ്ധാപൂർവം ഉപയോഗിക്കുവാൻ, അതോടൊപ്പം ആരുടെയും വീഴ്ചയ്ക്കോ പരാജയത്തിനോ കാര്യമാകാതെ എൻ്റെ വാക്കുകളെ നിയന്ത്രിക്കുവാനുള്ള കൃപയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. പ്രിയപ്പെട്ടവരെ, ഒരു വ്യക്തി എൻ്റെ അടുക്കൽ വന്നു. അദ്ദേഹത്തിൻ്റെ വേദനകളും ദുഃഖങ്ങളുമൊക്കെ എന്നോട് പങ്കുവച്ചു. അതിനുശേഷം അദ്ദേഹത്തെ കേട്ടു കഴിഞ്ഞു, പ്രാർത്ഥിച്ചു. അവസാനം ഞാൻ അദ്ദേഹത്തോട് ചോദിച്ച ഒരു കാര്യമുണ്ട്, സഹോദരനെ മുറിപ്പെടുത്തിയ വാക്കുകൾ കൊണ്ട് മുറിപ്പെടുത്തിയ ആ വ്യക്തിയുടെ അടുക്കിലേക്കൊന്ന് പോകാമോ? വീണ്ടും ഒന്ന് സംസാരിക്കാനായിട്ട് തയ്യാറാകാമോ? ഞാനൊരു മീഡിയേറ്ററായിട്ട് നിൽക്കാം, ഞാൻ അദ്ദേഹത്തോട് സംസാരിക്കാം. ഇങ്ങനെ ഒരു വ്യക്തി സംസാരിക്കാൻ വരുന്നുണ്ട്. അപ്പോൾ ആ സംസാരത്തിൽ അത് നല്ലതായി മാറട്ടെ, വേദനകളൊക്കെ ഒന്ന് പറഞ്ഞ് രമ്യപ്പെടാം, അതിനെക്കുറിച്ചൊക്കെ ഞാനും നിങ്ങളെ സഹായിക്കാമെന്ന് പറഞ്ഞു. ഈ സഹോദരനോട് പറഞ്ഞു, അച്ചോ, എൻ്റെ ജീവൻ പോയാൽ പോലും ഞാൻ ആ സഹോദരൻ്റെ അടുക്കിലേക്ക് പോവില്ല എന്ന്. ഞാൻ ചോദിച്ചു, എന്താ അങ്ങനെ പറയുന്നേ? അദ്ദേഹം പറഞ്ഞു, അച്ചോ, ഞാൻ ആ ഓഫീസിൽ ഏകദേശം 2.5-3 മിനിറ്റ് മാത്രമേ അദ്ദേഹത്തിൻ്റെ അടുക്കൽ ഞാൻ സ്പെൻഡ് ചെയ്തുള്ളൂ. പക്ഷേ ആ 2.5-3 മിനിറ്റ് സമയം അദ്ദേഹത്തിൻ്റെ വായിൽ നിന്ന് വന്ന വാക്കുകൾ എന്നെ വളരെ വേദനയിലേക്ക് നയിച്ചു. മറുപടിയൊക്കെ പറയുവാനായിട്ട് എനിക്കുണ്ടായിരുന്നു. പക്ഷേ അദ്ദേഹത്തിൻ്റെ വാക്ശരങ്ങൾ എന്നിലേക്ക് വന്നു കഴിയുമ്പം ഓരോന്നും തളർത്തുന്നതായിരുന്നു. അതുകൊണ്ട് തിരിച്ചു പറയാനൊന്നും എനിക്ക് സാധിച്ചില്ല.
ഞാൻ പെട്ടെന്ന് കണ്ണുനീരോടുകൂടി ഇറങ്ങിപ്പോവുകയാണ് ആ ക്യാബിനിൽ നിന്ന് ചെയ്തതെന്ന്. അതുകൊണ്ട് ദൈവത്തെ ഓർത്ത് അച്ഛൻ എന്നെ ആ പഴയ സ്ഥലത്തേക്ക് നിർബന്ധിച്ചു വിടരുതേ എന്ന് അദ്ദേഹം എന്നോട് പറഞ്ഞു. പ്രിയപ്പെട്ടവരെ, ഇദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ഇടപെടാനും ഒരു നല്ലൊരു സ്നേഹബന്ധത്തിലേക്ക് നയിക്കുവാനും സാധിച്ചു പിന്നീട്. എന്നാൽ ഞാൻ പറയുകയാണ്, നമ്മുടെയൊക്കെ ജീവിതങ്ങളിൽ നമ്മുടെയൊക്കെ അടുക്കിലേക്ക് വരുന്ന വ്യക്തികൾ, അവരെ ഒന്ന് മനസ്സിലാക്കുവാൻ, ഉൾക്കൊണ്ടുകൊണ്ട് സംസാരിക്കുവാനായിട്ട് ശ്രമിക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ, ദൈവം നമ്മോട് കൂടെയുണ്ട്. ചില വ്യക്തികൾ എന്നോട് പറയാറുണ്ട്, അച്ചോ, ഞാൻ ഇന്ന വൈദികൻ്റെ അടുക്കൽ പോയപ്പം, അല്ലെങ്കിൽ ഇന്ന ഓഫീസറുടെ അടുത്തേക്ക് പോയപ്പം അച്ഛൻ എനിക്ക് വലിയ സന്തോഷമായി കേട്ടോ. കാരണം മനസ്സിൽ വലിയ ഭാരമായിട്ടാണ്, ദുഃഖമായിട്ടാണ് പോയത്. ആ ഓഫീസിലേക്ക് കയറുന്ന ആ സമയം തന്നെ ചിരിച്ചുകൊണ്ട് പറയും, എൻ്റെ പേര് വിളിച്ച് എന്തുണ്ട് വിശേഷം, ഇരിക്കുക കേട്ടോ എന്ന് പറയുന്നത് കേൾക്കുമ്പോൾ തന്നെ ഭയങ്കര ഒരു റിലീവാണ് മനസ്സിലുണ്ടാകുന്നത്. മനസ്സിൽ ഭയങ്കര സന്തോഷമാണ്. ചിലപ്പോൾ 2-3 മിനിറ്റൊക്കെ സംസാരിക്കുള്ളൂ. ഞാൻ വലിയ ഭാരവും ദുഃഖവും ഒക്കെ ആയിട്ടായിരിക്കാം പോകുന്നത്, വലിയ പ്രതിസന്ധികളും പ്രതികൂല സാഹചര്യങ്ങളൊക്കെ അഭിമുഖീകരിച്ചുകൊണ്ട്. പക്ഷേ ഈ 2-3 മിനിറ്റ് കൊണ്ട് അതെല്ലാം ഇങ്ങനെ മാറ്റപ്പെടുന്ന ഒരു തോന്നൽ, എല്ലാം എനിക്ക് വഹിച്ചു കൊണ്ടു പോകുവാനുള്ള ഒരു ശക്തി കിട്ടുന്ന തോന്നൽ. പ്രിയപ്പെട്ടവരെ, ഈ തോന്നലാണ് നമ്മുടെയൊക്കെ ജീവിതങ്ങളിൽ നമ്മൾക്ക് കൊടുക്കുവാനായിട്ട് സാധിക്കുന്നത്. ആയതിനാൽ നമ്മുടെ വാക്കുകളെ നിയന്ത്രിക്കുവാനായിട്ട് നമുക്ക് ശ്രമിക്കാം. ഇനി ഈ വാക്കുകളെ നിയന്ത്രിക്കണമെങ്കിൽ പ്രിയപ്പെട്ടവരെ, ഇതിൻ്റെ പിന്നിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്. അവയൊക്കെ ചെയ്യുവാനായിട്ട് നാം തയ്യാറാകണം. ആദ്യമായി തന്നെ നമ്മൾ കാണുന്ന കാഴ്ചകൾ, ഇനി നമ്മൾ കടന്നു പോകുന്ന പ്രതികൂല സാഹചര്യങ്ങൾ, ഇവയെല്ലാം പ്രധാനപ്പെട്ടതാണ്. ഇനി ഇവയെക്കുറിച്ചൊക്കെ സമയം കിട്ടുമ്പോഴൊക്കെ നാം അറിയാതെ നമ്മുടെ മനസ്സിങ്ങനെ ചിന്തിച്ചു കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ മനസ്സിലൂടെ ഇങ്ങനെ ചിന്തകളിങ്ങനെ ധാരധാരയായിട്ട് പോവുകയാണ്. പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളാണെങ്കിൽ പോസിറ്റീവായിട്ടുള്ള എനർജി നമുക്ക് നൽകും. എന്നാൽ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളാണെങ്കിലോ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളിലൂടെ മാത്രം ഇങ്ങനെ മനസ്സിങ്ങനെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയാണ്. പിന്നെ ഒരു വ്യക്തിയെക്കുറിച്ചാണെങ്കിൽ, അല്ലെങ്കിൽ ഒരു കുടുംബത്തെക്കുറിച്ചാണെങ്കിൽ ഇതിങ്ങനെ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ഇങ്ങനെ തികട്ടി വരും. പിന്നെ അത് അവരെയൊക്കെ കാണുമ്പം വാക്കുകളിലൂടെ പതുക്കെ പുറത്തേക്ക് വരും. അത് അവരെ മുറിപ്പെടുത്തും. അങ്ങനെ വന്നു കഴിയുമ്പം പിന്നെ റിവെഞ്ചാണ്, പരസ്പരം കലഹത്തിലേക്ക് നയിക്കുകയാണ് ചെയ്യുന്നത്. പിന്നെ അങ്ങനെ വലിയ വേദനയിലൂടെ കടന്നു പോകുന്ന കുടുംബങ്ങളും വ്യക്തികളുമൊക്കെ നമ്മുടെ ഇടയിലുണ്ട്. സ്നേഹമുള്ളവരെ, നമ്മുടെ വികാരങ്ങളെ, ഇമോഷൻസിനെ ഒന്ന് ബാലൻസ് ചെയ്യുവാനായിട്ട് സാധിച്ചിരുന്നെങ്കിൽ, അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നമുക്ക് ഒരുപാട് ദുഃഖമുള്ളപ്പോൾ അല്ലെങ്കിൽ സന്തോഷമുള്ള സമയങ്ങളിൽ നമുക്ക് നമ്മളെ തന്നെ ഒന്ന് നിയന്ത്രിക്കുവാനായിട്ട് സാധിക്കണം. ജീവിതത്തിൽ പ്രതികൂല സാഹചര്യങ്ങളിലൂടെ കടന്നു പോകാത്ത വ്യക്തികളില്ല. ഇനി ഇങ്ങനെ കടന്നു പോകുന്ന വ്യക്തികൾ, അവർ ശാന്തമായി കഴിയുന്ന ഒരു നിമിഷം ഉണ്ടാവാം, ഒരു സമയമുണ്ടാവാം. ആ സമയത്ത് പതുക്കെ ഒന്ന് മനസ്സിനെ നിയന്ത്രിച്ചുകൊണ്ട് മുൻപോട്ട് പോകുവാനായിട്ട് ശ്രമിച്ചാൽ അവരുടെയൊക്കെ മുമ്പോട്ടുള്ള ജീവിതങ്ങളിലൊക്കെ സന്തോഷം അനുഭവിക്കുവാൻ സാധിക്കുമെന്നുള്ളത് ഉറപ്പാണ്. സുഭാഷിതങ്ങളുടെ പുസ്തകത്തിൽ പറയുന്നത് ഇപ്രകാരമാണ്: ചാറ്റൽ മഴ പോലെ പരാതികൾ ഭൂമിയിലേക്ക് പതിക്കുകയാണ് എന്ന്. ഈ പരാതികൾ എന്ന് പറയുന്നത് ചാറ്റൽ മഴയോടാണ് പ്രതിപാദിച്ച് വെച്ചിരിക്കുന്നത്. ഈ ചാറ്റൽ മഴ പോലെ ഭൂമിയിലേക്ക് പതിക്കുന്ന ഒരു സാഹചര്യം നമുക്കറിയാം. ഇക്കാലയളവിൽ ചെറിയ മേഘവിസ്ഫോടനങ്ങളൊക്കെ ഉണ്ടാകുന്നുണ്ട് കേരളത്തിൽ. അതുകൊണ്ടാണ് ശക്തിയേറിയ മഴ മിനിറ്റുകൾക്കുള്ളിൽ കേരളത്തിലേക്ക് പെയ്തിറങ്ങുന്നത്, വലിയ നാശനഷ്ടങ്ങളിലൂടെ പോകുന്നത്. ചില സാഹചര്യങ്ങളിൽ ഈ ചാറ്റൽ മഴ അതിനേക്കാൾ ശക്തിയേറിയ പേമാരി പോലെ ഈ പരാതികളിങ്ങനെ പെയ്തിറങ്ങാറുണ്ട് ജീവിതങ്ങളിലേക്ക്. അതായത് നെഗറ്റീവായിട്ടുള്ള ചിന്തകളിലൂടെ കടന്നു പോകുന്ന വ്യക്തികൾക്ക്, അവർക്ക് അവരുടെ ജീവിതത്തെ നിയന്ത്രിക്കുവാനായിട്ട് സാധിക്കുന്നില്ല, നല്ലതൊന്നും പറയുവാനായിട്ട് സാധിക്കുന്നില്ല. അതാണ് അതിൻ്റെ പ്രത്യേകത. ഈ വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം എല്ലാത്തിനെക്കുറിച്ചും പരാതിയാണ്.
വീട്ടിലുള്ളവർ അവരെക്കുറിച്ച് അഭിപ്രായമില്ല, നാട്ടിലുള്ളവരെക്കുറിച്ച് അഭിപ്രായമില്ല, ബന്ധുക്കളെക്കുറിച്ച് അഭിപ്രായമില്ല. ഇങ്ങനെ പരാതിയിലൂടെ കടന്നു പോകുന്നു. വർഷങ്ങൾക്ക് മുൻപ് അമേരിക്കയിൽ അരങ്ങേറിയ ഒരു നാടകമുണ്ട്. ആ നാടകത്തിൽ ഒരു കഥാപാത്രമാണ് നാൻസി എന്ന് പറയുന്ന കഥാപാത്രം. ആ കഥാപാത്രത്തെ വിശേഷിപ്പിച്ചിരിക്കുന്നത് നെഗറ്റീവ് നാൻസി എന്നാണ്. കാരണം ഈ നെഗറ്റീവ് നാൻസിയുടെ പ്രത്യേകത എന്ന് പറയുന്നത്, കണ്ണു തുറന്നാൽ നെഗറ്റീവായിട്ടുള്ളത് കാണാനേ ശ്രമിക്കൂ, കാതുകൂർപ്പിച്ച് നെഗറ്റീവായിട്ട് ഉള്ള കാര്യങ്ങൾ കേൾക്കുവാനായിട്ട് ശ്രമിക്കുന്നു, വാ തുറന്നാൽ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ പറയുന്നുള്ളൂ. ചുരുക്കത്തിൽ ഈ നാൻസി എന്ന് പറയുന്നയാൾ കാണാനും കേൾക്കാനും പറയാനുമൊക്കെ ആഗ്രഹിക്കുന്നത് നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ്. ഇനി ഇതാണ് ഈ കഥാപാത്രത്തിൻ്റെ സവിശേഷത. ആ നാടകത്തിൽ അത് കൃത്യമായിട്ട് പ്രതിപാദിക്കുന്നുണ്ട്. ഈ കഥാപാത്രത്തെ കാണുമ്പോൾ തന്നെ ആൾക്കാർ ഓടി ഒളിക്കുവാനായിട്ട് ശ്രമിക്കും. കാരണം എന്താ? നല്ല ഒരു വാക്ക് പോലും പറയാനില്ല, എന്തിനെക്കുറിച്ചും നെഗറ്റീവായിട്ട് മാത്രം. അങ്ങനെയാണ് ഈ കഥാപാത്രത്തിന് നെഗറ്റീവ് നാൻസി എന്ന പേര് ലഭിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, നമ്മുടെയൊക്കെ ജീവിതങ്ങളിൽ ജീവിത സാഹചര്യങ്ങളാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് നമ്മയൊക്കെ കൊണ്ടെത്തിക്കുന്നത്, അതുറപ്പാണ്. ഇനി ഓരോ വ്യക്തിയുടെ മുമ്പിലും ഓരോ സാഹചര്യത്തെയും വിലയിരുത്തുന്നത്, അതിനെ ഓവർകം ചെയ്യുന്നത് പല രീതിയിലാണ്. നമ്മുടെയൊക്കെ മുൻപിൽ ഇതിനേക്കാളൊക്കെ വലിയ ദുഃഖങ്ങളും പ്രതികൂല സാഹചര്യങ്ങളുമൊക്കെ അഭിമുഖീകരിച്ച വ്യക്തികളുണ്ട്. അവരൊക്കെ എങ്ങനെയാണ് ജീവിച്ചത്? ഇനി എനിക്കറിയാം ചില വ്യക്തികളെ, അവരുടെയൊക്കെ ജീവിതങ്ങളിൽ പ്രതികൂലമായ സാഹചര്യങ്ങൾ ധാരാളമുണ്ടായിരുന്നു. എന്നാൽ അവരെന്ത് ചെയ്യുന്നറിയാമോ? വലിയ സംയമനത്തോടെ ജീവിതത്തെ നേരിടുവാനായിട്ട് ശ്രമിക്കുക. പരാതി പറയണമെങ്കിൽ പരാതി പറയുവാൻ കാരണങ്ങൾ ധാരാളമായിരുന്നു, സംഭവങ്ങളും അവരുടെ മുമ്പിലുണ്ടായിരുന്നു. എന്നാൽ ആരോടും പരാതിയില്ലാതെ ഒരു ചെറുപുഞ്ചിരിയോടെ ജീവിതത്തെ നോക്കിക്കാണുന്ന വ്യക്തികളെയും എനിക്കറിയാം. സ്നേഹമുള്ളവരെ, പരാതി പറഞ്ഞ് ജീവിക്കുവാനായിട്ട് ശ്രമിക്കുമ്പം ഒരു നെഗറ്റീവ് എനർജിയാണ് നാം മറ്റുള്ളവർക്ക് കൊടുക്കുന്നത്. ഇനി ഈ പരാതി പറയുന്ന വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വലിയ ബുദ്ധിമുട്ടാണ് ജീവിതത്തിൽ. പ്രതിരോധ ശക്തി അവർക്ക് കുറവാണ്, ജീവിതത്തിൻ്റെ ആയുസ് തന്നെ കുറവാണ്, അവരുടെ രൂപത്തിൽ പോലും പല മാറ്റങ്ങൾ സംഭവിക്കുന്നു. വൈദ്യശാസ്ത്രജ്ഞന്മാർ പറയുന്നുണ്ട്, 35 മുതൽ 40 വരെയുള്ള ശാരീരിക മാനസിക രോഗങ്ങൾക്ക് കാരണം നമ്മുടെയൊക്കെ ഉള്ളിൻ്റെ ഉള്ളിലെ സംഘടനകളാണ്. പ്രത്യേകിച്ച് ഈ പരാതി പറയുന്ന വ്യക്തികൾ, വാക്കുകൾ കൊണ്ട് മറ്റുള്ളവരെ മുറിപ്പെടുത്തുന്ന വ്യക്തികൾ, അവരുടെയൊക്കെ ഉള്ളിൻ്റെ ഉള്ളിൽ വലിയൊരു ഹീലിംഗ് നടക്കേണ്ട ആവശ്യമുണ്ട്. അല്ലെങ്കിൽ ഇതുപോലെ ഇങ്ങനെ ജീവിതത്തിലെ ഓരോ കാര്യങ്ങളും പരാതിയായിട്ട് പരിഭവങ്ങളായിട്ട് മുമ്പോട്ട് വരികയുള്ളൂ. ഈ ടോക്ക് കേൾക്കുന്ന സമയത്ത് തന്നെ നമുക്കൊന്ന് ചിന്തിക്കാം, നമ്മുടെയൊക്കെ ജീവിതത്തെ എങ്ങനെയാണ് നോക്കിക്കാണുവാൻ ഞാനും നിങ്ങളുമൊക്കെ ശ്രമിക്കുന്നത്. എല്ലാം ഉണ്ട് ജീവിതത്തിൽ, എന്നാൽ സന്തോഷം അനുഭവിക്കുവാനായിട്ട് എത്ര പേർക്ക് സാധിക്കുന്നു? ഇനി സാമ്പത്തികമായിട്ട് ഉയർച്ചയില്ലാത്ത അല്ലെങ്കിൽ വളരെ താഴ്ന്ന രീതിയിൽ ജീവിക്കുന്ന വ്യക്തികളുണ്ട്. ഇനി അവരിൽ പലരും വലിയ സന്തോഷത്തോടെയാണ് ജീവിക്കുന്നത്. കാരണം എന്താ? അവരുടെ മനസ്സിൽ അവർ ഉറപ്പിച്ചിരുന്നു, ഈ സ്റ്റാൻഡേർഡ്, ജീവിതത്തിൻ്റെ സ്റ്റാൻഡേർഡൊക്കെ ഉണ്ട്, സമ്മതിച്ചു. പക്ഷേ അവർ ആ സ്റ്റാൻഡേർഡിനെ കാണുവാനായിട്ട് ശ്രമിക്കുന്നത് മനസ്സിൻ്റെ സന്തോഷമായിട്ടാണ്, സൗഭാഗ്യമായിട്ടാണ്. ഒരു സംതൃപ്തി വേണം, ജീവിതത്തിന് ഒരു തൃപ്തി വേണം, എങ്കിൽ മാത്രമേ മുമ്പോട്ട് പോകുവാനായിട്ട് സാധിക്കുകയുള്ളൂ. ആകയാൽ പ്രിയപ്പെട്ടവരെ, നമ്മുടെയൊക്കെ ജീവിതങ്ങളിൽ ഒരുപക്ഷെ ചെറിയൊരു ജോലിയായിരിക്കാം ഉണ്ടായിരിക്കുന്നത്, ചെറിയൊരു വീടായിരിക്കാം ഉണ്ടായിരിക്കുന്നത്, പക്ഷേ സന്തോഷം അനുഭവിക്കാനായിട്ട് സാധിക്കുന്നുണ്ടോ? പരാതി പറയാതെ
സന്തോഷം അനുഭവിക്കാനായിട്ട് സാധിക്കുന്നുണ്ടോ? അതാണ് ഏറ്റവും വലുത്. തൃപ്തി, സംതൃപ്തി, അതാണ് വലുത്. അത് നമുക്ക് വേണം. അത് കിട്ടണമെങ്കിൽ കണ്ണു തുറന്ന് ജീവിതത്തെ കാണുവാനായിട്ട് ശ്രമിക്കണം. ചുറ്റുവട്ടം ഒന്ന് കണ്ണോടിക്കുവാനായിട്ട് സാധിക്കണം. എനിക്ക് ദൈവം തന്ന അനുഗ്രഹങ്ങൾ എത്രയോ അധികമാണ്. വീൽ ചെയറിൽ ഒരു മനുഷ്യനെ ഉന്തിക്കൊണ്ട് പോകുമ്പം നമ്മളൊന്ന് ചിന്തിക്കണം, ദൈവമേ എനിക്ക് നടന്നു പോകുവാനായിട്ട് സാധിക്കുന്നുണ്ടല്ലോ പല സഹായം കൂടാതെ. ഞാനതിന് നന്ദി മനസ്സിൽ പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഒരു സംതൃപ്തിയാണ്, ഒരു തൃപ്തിയാണ് നമുക്ക് ലഭിക്കുന്നത്. ഇനി ഒരു വ്യക്തി തീരാ രോഗം ബാധിച്ച് ആശുപത്രിയിൽ കിടക്കുന്ന സാഹചര്യങ്ങളിൽ നമ്മൾ ദൈവത്തോട് നന്ദി പറയണം. ദൈവമേ എനിക്ക് ആരോഗ്യമുണ്ടല്ലോ, എനിക്ക് കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് ചെയ്യുവാൻ സാധിക്കുന്നു, നന്ദി പറയുന്നു. അതോടൊപ്പം തന്നെ ദൈവമേ രോഗിയായിരിക്കുന്ന ആ വ്യക്തിയെ അങ്ങ് തൊടണമേ, അദ്ദേഹത്തിൻ്റെ രോഗം മാറ്റി എന്നെപ്പോലെ ഒരു ആരോഗ്യം കൊടുത്ത് ആ വ്യക്തിയെ അങ്ങ് അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുമ്പോൾ, ഇനി അങ്ങനെയുള്ള വ്യക്തികളുടെ അടുക്കിലേക്ക് നമ്മൾ സാന്നിധ്യം കൊണ്ടും ആശ്വാസ വാക്കുകൊണ്ടും അവരുടെയൊക്കെ അടുക്കിലേക്ക് പോകുമ്പം പ്രിയപ്പെട്ടവരെ, ഉള്ളിൻ്റെ ഉള്ളിൽ അനുഭവിക്കുന്ന സന്തോഷവും സമാധാനവുമൊക്കെ നാമൊക്കെ മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുവാനായിട്ട് ശ്രമിക്കുകയാണ് ചെയ്യുന്നത്. അവിടെ നാം അനുഭവിക്കുന്ന സമാധാനം കൊടുക്കുന്നു, സംതൃപ്തി കൊടുക്കുന്നു. അതെ, അതാണ് ഭൂമിയിലെ സ്വർഗരാജ്യം. അങ്ങനെയെങ്കിൽ ജീവിതത്തിലെ നന്മകളോർത്ത് നന്ദി പറയാം. പ്രിയപ്പെട്ടവരെ, കുറവുകളുണ്ട്, പരാതികളുണ്ട്, പരാജയങ്ങളുണ്ട്, പരാജയ ഭീതിയുണ്ട്, എല്ലാം ഉണ്ട്. പക്ഷേ ഇന്ന് ജീവിക്കുവാനായിട്ട് ശ്രമിക്കാം. ഇന്നലകൾ അത് മറന്നു കളഞ്ഞേക്ക്. ഇന്നലകളിൽ നല്ല നല്ല കുറേ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നല്ലോ, അത് മാത്രം നമുക്കൊന്ന് ഓർക്കാം. ബാക്കിയൊക്കെ മറന്ന് ഒരു ഷെൽഫിലേക്ക് വയ്ക്കാം. ആ ഷെൽഫിൽ ഇരുന്നോട്ടെ, ഇന്നലകളിലെ ചിന്തകളൊക്കെ അവിടെ തന്നെ ഇരുന്നോട്ടെ, അതെടുക്കണ്ട. ഇനി നാളെയെക്കുറിച്ച് അങ്ങനെ കാര്യമായിട്ടൊന്നും ചിന്തിക്കേണ്ട. പ്ലാനുകളൊക്കെ വേണം, പക്ഷേ ഇന്ന് സന്തോഷമായിട്ട് ജീവിക്കുമ്പം നാളെയും സന്തോഷമായിട്ട് ജീവിക്കുവാനുള്ള കൃപ നമുക്ക് തരും. അങ്ങനെയെങ്കിൽ നമ്മുടെയൊക്കെ വാക്കുകൾ കൊണ്ട് ആരെയും മുറിപ്പെടുത്താതെ ജീവിക്കുവാനായിട്ട് ശ്രമിക്കാം. ജീവിതത്തിൽ ആരെയെങ്കിലും മുറിപ്പെടുത്തിയെങ്കിൽ, ദൈവമേ എൻ്റെ അറിവില്ലായ്മ കൊണ്ട് അല്ലെങ്കിൽ ബോധപൂർവം ആരെയെങ്കിലും ഞാൻ മുറിപ്പെടുത്തിയെങ്കിൽ ഞാൻ മാപ്പ് ചോദിക്കുന്നുവെന്ന് നമുക്ക് പ്രാർത്ഥിക്കുകയും ഒരുപക്ഷെ സാധിക്കുമെങ്കിൽ അവരെ ഈ ദിവസങ്ങളിൽ കാണുവാൻ, അല്ലെങ്കിൽ ഒരു ഫോൺ കോൾ, അല്ലെങ്കിൽ നമ്മുടെ സാന്നിധ്യം കൊണ്ട് അവരുടെ അടുക്കിലേക്ക് ചെന്ന് ജീവിതം കൊണ്ട് നമുക്ക് നന്മ ചെയ്യുവാനായിട്ട് സാധിക്കട്ടെ. ഒരാളുടെ സൽപ്പേര് നശിപ്പിച്ച് കളഞ്ഞാൽ അത് വീണ്ടെടുത്തു കൊടുക്കുവാൻ നമുക്ക് പറ്റും. പ്രിയപ്പെട്ടവരെ, അവരെക്കുറിച്ച് നന്മ പറയുമ്പോൾ, അവരെ പ്രോത്സാഹിപ്പിക്കുമ്പോൾ, അവരോടൊപ്പം ചേർന്ന് നിൽക്കുമ്പോൾ, അതെ, അതാണ് വേണ്ടത്. നമ്മുടെ എല്ലാ ജീവിതങ്ങളും ജീവിത സാഹചര്യങ്ങളും സമർപ്പിക്കാം, പ്രാർത്ഥിക്കാം. ദൈവമേ, ഞങ്ങളുടെയൊക്കെ ജീവിതങ്ങളിൽ ഞങ്ങളുടെ വാക്കുകൾ കൊണ്ട് മറ്റുള്ളവരെ ഞങ്ങൾക്ക് ആശ്വസിപ്പിക്കാൻ സാധിച്ച നിമിഷങ്ങളുണ്ട്. ഞങ്ങൾ നന്ദി പറയുന്നു. എന്നാൽ വാക്കുകൾ കൊണ്ട് മുറിപ്പെടുത്തിയ നിമിഷങ്ങൾ, അത് മനഃപൂർവ്വമാകാം, അല്ലാതെയാവാം. ദൈവമേ ക്ഷമിക്കണമേ. ഓരോ വ്യക്തിയെയും ഓരോ കുടുംബങ്ങളെയും അങ്ങ് സമൃദ്ധമായി അനുഗ്രഹിക്കണമേ. ഈശോയെ, ഞങ്ങൾ മനസ്സിലാക്കുന്നു വാക്കുകൾക്ക് ശക്തിയുണ്ട് എന്ന്. എല്ലാം ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞപ്പോൾ എല്ലാം ഉണ്ടായി, ഈ പ്രപഞ്ചം തന്നെ ഉണ്ടായി. നാഥാ, അങ്ങയുടെ കരങ്ങളിൽ സമർപ്പിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.